സരസ്വതി FM കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ. സരസ്വതി FM ഏവർക്കും സ്വാഗതം. ഇന്ന് 2026 ജൂൺ 8 കൊല്ലവർഷം 1201 ഇടവം 25 തിങ്കളാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകൾ. അലർജി ക്ലിനിക് ENT പൾമനോളജി കെയർ ജൂൺ 16 2 മുതൽ 5 വരെ സരസ്വതിയിൽ. അറിവിന്റെ ലോകത്തേക്ക് സമ്മാന പൊതികളുമായി പൂവാർ ഗവൺമെന്റ് LPS കൈകോർത്ത് സരസ്വതി ഹോസ്പിറ്റലും. പ്രവേശനോത്സവത്തിന് സ്നേഹസമ്മാനം. ആൻഡമാൻ തീരത്ത് വീണ്ടും പ്രകൃതിവാതക സാന്നിധ്യം. സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. അലർജി ക്ലിനിക് ENT പൾമനോളജി കെയർ 16/6/2026 ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെ. ഡോക്ടർ സന്ദീപ്, ഡോക്ടർ അതുൽ കൃഷ്ണ നേതൃത്വം നൽകുന്നു. തുടർച്ചയായ തുമ്മൽ, മൂക്കടപ്പ്, ശ്വാസതടസ്സം എന്നിവയ്ക്ക് പരിഹാരം. ഫ്രീ IgE ടെസ്റ്റിംഗ്. കൂടുതൽ വിവരങ്ങൾക്കും ക്യാമ്പ് രജിസ്ട്രേഷനും വിളിക്കൂ 7593989860. അറിവിന്റെ ലോകത്തേക്ക് സമ്മാന പൊതികളുമായി പൂവാർ ഗവൺമെന്റ് LPS കൈകോർത്ത് സരസ്വതി ഹോസ്പിറ്റലും. പുതുവർഷത്തിന്റെ ആവേശത്തിൽ വിദ്യാലയമുറ്റത്തെത്തിയ കുരുന്നുകളെ വരവേൽക്കാൻ പൂവാർ ഗവൺമെന്റ് LPS സ്കൂളിൽ ഇത്തവണ ഇരട്ടി മധുരം. സ്കൂളിലെത്തിയ മുഴുവൻ കുട്ടികൾക്കും സരസ്വതി ഹോസ്പിറ്റലിന്റെ പ്രവേശനോത്സവ സമ്മാനം വിതരണം ചെയ്തു. ചടങ്ങിൽ സരസ്വതി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ മിസ്റ്റർ സാജു സാം കുരുവിള, HCP ഹെഡ് മിസ്റ്റർ സഞ്ജീവ് എന്നിവർ പങ്കെടുത്തു. പ്രവേശനോത്സവത്തിന് സ്നേഹസമ്മാനം. ഇവാൻസ് ഹൈസ്കൂൾ പാഠശാലയിൽ നടന്ന പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സരസ്വതി ഹോസ്പിറ്റലിനെ പ്രതിനിധീകരിച്ച് ഡോക്ടർ അവിനാഷ് കൃഷ്ണൻ, CEO മിസ്റ്റർ പ്രവീൺ, മിസ്റ്റർ വിനോജ്, മിസ്റ്റർ വിജി ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ആൻഡമാൻ തീരത്ത് വീണ്ടും പ്രകൃതിവാതക സാന്നിധ്യം. പ്രകൃതിവാതകം കണ്ടെത്തിയത് തീരത്ത് നിന്ന് 15 കിലോമീറ്റർ അകലെ. കണ്ടെത്തിയത് ഇന്ത്യക്ക് വൻ അവസരം ഒരുക്കുമെന്ന് സർക്കാർ. കണ്ടെത്തിയ പ്രകൃതിവാതകത്തിന്റെ ഘടനയും മൂല്യവും വിലയിരുത്താനുള്ള പഠനങ്ങൾ നടക്കുകയാണ്. മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുഞ്ചിറ വടക്കുകിഴക്ക് യൂണിയൻ TVKയും വിളവങ്കോട് അംഗത്വ ചേർക്കൽ സംഘവും പാറശാല സരസ്വതി ആശുപത്രിയും ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ടീം ഹെൽത്ത് കെയർ പ്രൊമോഷൻസ് സംഘടിപ്പിച്ച ക്യാമ്പിന് ഡോക്ടർ ലീമ വിജയകുമാർ നേതൃത്വം നൽകി. കൗതുക വാർത്തകൾ. തമിഴ്നാട്ടിൽ പുതിയ മാതൃക. ചൂടിനെ തോൽപ്പിക്കാൻ മേൽക്കൂരയ്ക്ക് ആവരണം. ഓരോ വർഷവും വേനലിന്റെ തീവ്രത വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കഠിനതാപത്തെ നിയന്ത്രിക്കാൻ മേൽക്കൂരകൾക്കുമീതെ പൂശാവുന്ന ആവരണവുമായി തമിഴ്നാട് കാലാവസ്ഥാ മാറ്റ വകുപ്പ്. കൂരകൾക്ക് മുകളിലെ താപനില 6-8 ഡിഗ്രി സെൽഷ്യസും അതുവഴി മുറിക്കുള്ളിലെ ഉഷ്ണതോത് 4-6 ഡിഗ്രിയും കുറയ്ക്കുന്ന പെയിൻ പോലുള്ള ആവരണമാണ് തയ്യാറാക്കുന്നത്. കായികം. ചരിത്രം കുറിച്ച് നബീൽ സാഹി. സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ സമാപന ദിനത്തിൽ 6 മീറ്റർ റെക്കോർഡുകൾ. ആദ്യ ദിനം 1500 മീറ്റർ റെക്കോർഡോടെ സ്വർണം നേടിയ പാലക്കാടിന്റെ MB നബീൽ സാഹി ഇന്നലെ 5000 മീറ്ററിലും പുതിയ റെക്കോർഡിട്ടു. 1973 തിരുവനന്തപുരത്തിന്റെ ശശിധരൻ സൃഷ്ടിച്ച റെക്കോർഡാണ് 53 വർഷങ്ങൾക്ക് ശേഷം നബീൽ സാഹി തിരുത്തിയത്. ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ SK അജയകുമാർ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആരോഗ്യമുത്തുകളിൽ നമ്മൾ പ്രമേഹ പാദരോഗത്തിന്റെ 2 ആസ്പെക്ട്സ് ആണ് സംസാരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാം, ഡയബറ്റിക് ഫുഡ് അഥവാ പ്രമേഹ പാദരോഗം വളരെ താമസിച്ചാണ് ഡോക്ടറെ അടുത്ത് ചികിത്സയ്ക്കായി ഈ രോഗിയെ കൊണ്ടുവരുന്നത്. അതിനിടയ്ക്ക് 2 കാര്യങ്ങൾ നടന്നു കഴിയും. പ്രമേഹ പാദരോഗത്തിൽ പാദത്തിനടിയിൽ ഒരു വ്രണം വന്നാൽ രോഗി അതിന് പുറത്ത് ചവിട്ടി നടന്നുകൊണ്ടേയിരിക്കും. ചികിത്സിക്കുന്ന ഡോക്ടറും പറയില്ല, രോഗിയും ഗൗനിക്കില്ല. കാരണം വേദന ഇല്ലാത്തത് കൊണ്ട് അതിന്റെ പുറത്ത് ചവിട്ടും. ഇപ്പൊ 2 അനുഭവങ്ങളാണ് കഴിഞ്ഞ ആഴ്ച എനിക്കുണ്ടായത്. ഒരു ആധാരം എഴുത്തുകാരൻ, മറ്റൊന്ന് ഒരു മധ്യവയസ്കനായ ഉദ്യോഗസ്ഥൻ. 2 പേരുടെയും കാലിന്റെ പാദം മുഴുവൻ പഴുത്ത് വിരലുകളിലെ രക്തോട്ടം നഷ്ടപ്പെട്ട് 2-3 വിരലുകളൊക്കെ പോയി കഴിഞ്ഞ് പഴുപ്പ് രക്തത്തിൽ കയറിയതിനു ശേഷമാണ് ഇരുവരും എത്തുന്നത്. എന്താ കുഴപ്പമെന്നല്ലേ? വേദന ഇല്ലാത്തത് കൊണ്ട് അവഗണിക്കുന്നു. അവസാനം ആള് തീരെ അവശനായി പനി വിട്ടുമാറാതെയൊക്കെ വരുമ്പോഴാണ് ആശുപത്രി വരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം രക്ത ഓട്ടമാണ്. പലപ്പോഴും ചികിത്സിക്കുന്ന ഡോക്ടർമാർ പോലും ഗവനിക്കാറില്ല. ആ കാലിലേക്ക് രക്ത ഓട്ടം കുറവാണെങ്കിൽ ആ കാലിൽ മുറിവ് പഴുക്കുന്നത് കൂടും, പിന്നെ കാല് നഷ്ടപ്പെടും. അപ്പോ ചവിട്ടി നടക്കാതിരിക്കുക. ഒരു ചെറിയ വ്രണമാണെങ്കിൽ പോലും അതിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ചവിട്ടുമ്പോൾ ആ പഴുപ്പുള്ളിലേക്ക് കയറും, ആ മൃദുലമായ മാംസം ചതയും, അങ്ങനെ പാദം മുഴുവൻ നശിച്ചു പോകും. അപ്പോൾ ഓർക്കുക 2 കാര്യങ്ങൾ. ഒന്ന്, പ്രമേഹ പാദരോഗ വ്രണമുള്ളവർ ആ വ്രണത്തിൽ ചവിട്ടി നടക്കാൻ പാടില്ല. പ്രത്യേക രീതിയിലുള്ള ഡ്രസ്സിങ്ങോ ചെരുപ്പുകളോ ഉപയോഗിച്ച് ഓഫ് ലോഡിങ് എന്ന തത്വം പാലിക്കണം. 2, പ്രമേഹ പാദരോഗിക്ക് കാലിൽ എന്ത് പ്രശ്നം വന്നാലും രക്ത ഓട്ടം കൃത്യമായി ഉണ്ട് എന്ന് നിർണയിക്കണം. രക്ത ഓട്ടം ഇല്ല എങ്കിൽ നമ്മൾ അത് പുനഃസ്ഥാപിച്ചിട്ട് മാത്രമേ വ്രണത്തിന്റെ ചികിത്സ തുടരാവൂ. ഓർക്കുക, പ്രമേഹ പാദരോഗം ഒരു യാഥാർത്ഥ്യമാണ്. അത് തടയാൻ കഴിയും. തുടങ്ങിയാൽ
തുടക്കത്തിൽ തന്നെ ശരിയായ ചികിത്സ കൊണ്ട് പാദങ്ങളെയും ജീവനെയും രക്ഷിക്കാൻ കഴിയും. ഇനി അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി കേട്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. ഈ ആഴ്ചത്തെ പ്രധാന OP വിവരം: എൻഡോക്രൈനോളജി എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5 മുതൽ 6 വരെ. ഡെർമറ്റോളജി ഡോക്ടർ കിരൺ ഫ്രാൻസിസ് ചൊവ്വാഴ്ച വൈകിട്ട് 2 മുതൽ 3 വരെ. പൾമണോളജി ഡോക്ടർ സന്ദീപ് ബുധനാഴ്ചയും ഞായറാഴ്ചയും ഒഴികെയുള്ള ദിവസങ്ങളിൽ 3 മുതൽ 4:30 വരെ. കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിന്റ്മെന്റ്സിനും വിളിക്കൂ 0471220198 അല്ലെങ്കിൽ 9495472598. സരസ്വതി FM കേൾക്കൂ, സമ്മാനം നേടൂ. ഇന്നത്തെ ചോദ്യം: ഇന്നത്തെ ചോദ്യം ABI എന്ന ചുരുക്കപ്പേര് കൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ്? ക്ലൂ തരാം, പ്രമേഹ പാദരോഗവുമായി ബന്ധപ്പെട്ടതാണ്. ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുൻപ് നൽകൂ, സമ്മാനം നറുക്കെടുപ്പിലൂടെ. പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച വരും വരെ നന്ദി, നമസ്കാരം. സരസ്വതി FM കരുതലിന്റെ നാദം.